ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം യെശയ്യാവ് പ്രവചിച്ച ഭാഗം എഴുതിയിരിക്കുകയാണ്. തന്നെ ആശ്രയിക്കുന്നവനെ കൈവിടാത്ത കർത്താവ്, അവനോട് വാദിക്കുന്നവരിൽ നിന്ന് അവനെ രക്ഷിക്കുന്ന കർത്താവ്. വെളിപ്പാട് പുസ്തകത്തിലൊരു വചനമുണ്ട്, നീ ചൂടുള്ളവനല്ല തണുത്തവനുമല്ല. ഒന്നെങ്കിൽ ചൂടുള്ളവനായിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ തണുത്തവനായിരിക്കണമായിരുന്നു. അല്ല, നീ ഇത് രണ്ടുമല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വായിൽ നിന്ന് നിന്നെ ഉമിണ്ണു കളയും. അപ്പോൾ ഈ ചതഞ്ഞ ഓട, പുകയുന്ന തിരി ആ കാറ്റഗറി പെടുമോ? ഇല്ല, ഇതാർത്ഥത്തിലല്ല. ചതഞ്ഞ ഓട, കർത്താവിലേക്ക് വന്ന യൗവനക്കാരൻ, അവനത് മുന്നോട്ട് പോകാൻ പറ്റാതെ വണ്ണം ചതഞ്ഞുപോയി. കർത്താവിൽ നടന്ന മധ്യവയസ്കൻ, വൃദ്ധൻ, അവനിപ്പോൾ കത്തുന്നില്ല, അവൻ പുകയുന്ന തിരിയാണ്. കർത്താവ് പറയാണ്, യൗവനക്കാര, അപ്പച്ച, വൃദ്ധനായവനെ, ഞാൻ നടത്തും ന്യായവിധി, ജയത്തോളം നടത്തും. യൗവനക്കാര, നിന്നെ ജയത്തോളം ഞാൻ വാർദ്ധക്യം വരെ ചുമക്കും. വൃദ്ധനായവനെ, നിനക്ക് ഈ പ്രായത്തിലും ഒരു സെക്കൻഡ് ചാൻസ് ഞാൻ നിനക്ക് തരും. മത്തായി 12-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രമാണം ശിഷ്യന്മാരെ കുറ്റം വിധിക്കുന്നു. പ്രമാണത്തിൻ്റെ പ്രതിനിധികൾ പരീശന്മാർ പറയുന്നു, നിന്റെ ശിഷ്യന്മാർ വിഹിതമല്ലാത്തത് ചെയ്യുന്നു. അവർ ശബ്ബത്തിൽ കതിർ പറിച്ച് തിന്നുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, ശിഷ്യന്മാർ വിശന്നിട്ടാണത് ചെയ്തതെന്നുണ്ട്. വചനം അവർക്ക് തുണ നിൽക്കുന്നു. നോക്കിയേ, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അല്ല, ശബ്ബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബ്ബത്തിനെ ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലേ? ഇപ്പൊ ദാവീദ് ചെയ്തതിന് കുഴപ്പമില്ലല്ലോ, പുരോഹിതൻ ചെയ്താലും കുഴപ്പമില്ലല്ലോ, അങ്ങനെ ശിഷ്യൻ ചെയ്താലും കുഴപ്പമില്ല. എന്തുകൊണ്ട്? ദാവീദ് എന്തുകൊണ്ടാണ് പ്രത്യേകതയുള്ളവനായത്? പുരോഹിതൻ എങ്ങനെയാണ് പ്രത്യേകതയുള്ളവനായത്? അതുപോലെ തന്നെയാണ് ശിഷ്യനും. കാളകളുള്ള തൊഴുത്ത് വൃത്തികേടുള്ളതായിരിക്കും, പക്ഷെ കാളയുടെ അധ്വാനം കൊണ്ടോ ഫലമുണ്ട്. ദാവീദിനെ കൊണ്ട് കർത്താവിന് ഫലമുണ്ട്. അവൻ തലമുറകളെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഇന്നും ചെയ്യുന്നു. കർത്താവ് നല്ലവനല്ലോ എന്ന് ഘോഷിക്കുന്നു. ജാതികൾ അവനിൽ പ്രത്യാശ വയ്ക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദയയെ കാണിച്ചു കൊടുത്തു. പുരോഹിതനോ? നിങ്ങളെല്ലാവരും പാർട്ട് ടൈമായിട്ട് പ്രാർത്ഥിക്കാൻ പള്ളി വന്നു, പുരോഹിതനും ഫുൾ ടൈം പള്ളിയിലായിരുന്നു. അതുകൊണ്ട് പള്ളിയിൽ വെച്ച് അവന് ലംഘനം ഉണ്ടായാലും കർത്താവ് പറയുന്നു, അവൻ പുരോഹിതനാണ്, അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. അതുകൊണ്ട് അവനുള്ളതാണ് കരുണ. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു. മനുഷ്യപുത്രനോ ശബത്തിനും കർത്താവാകുന്നു. യേശു കർത്താവ് ആലയത്തെക്കാൾ വലിയവൻ. കാരണം ആലയത്തെ ആലയമാക്കുന്നത് ദൈവമാണ്. ദൈവ ആലയം എന്നുള്ളത് കൊണ്ടാണ് ആലയത്തിൻ്റെ പ്രസക്തി. ദൈവം അവിടെ ഉള്ളത് കൊണ്ടാണ്. ആലയത്തെ ആലയമാക്കുന്ന ദൈവം, ദൈവപുത്രൻ, വചനം ഇപ്പോൾ ശിഷ്യൻ്റെ കൂടെ ഇരിക്കുകയാണ്. അതുകൊണ്ട്
പ്രമാണത്തിൻ്റെ കുറ്റം, വാദം അവൻ തൊടുകയില്ല. ഇത് വഴി വെച്ചുള്ള കാര്യമാണ്. പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു. പരീശന്മാർ യേശുവിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്നവനോട് ചോദിച്ചു. അവിടെ വഴി വെച്ച് നിങ്ങൾക്ക് ബോധം വരികയല്ലേ, അല്ലാതെ തിന്നുന്ന വിഷയത്തിലല്ലേ, വിശക്കുന്ന വിഷയത്തിലല്ലേ. ഇത് പള്ളിയിലാണ്, ശബത്താണ്, രോഗസൗഖ്യമാണ്. ഇത് വിഹിതമാണോ? അവിഹിതം കണ്ടുപിടിക്കാതെ നടക്കുന്നവനാണ് പ്രമാണക്കാരൻ. വിഹിതമായത് കാണിച്ചു കൊടുക്കുന്നവനാണ് കൃപയുള്ളവൻ. അവർ ചോദിക്കുന്നു, ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമാണോ? അപ്പോൾ നേരത്തെ പറഞ്ഞ ദാവീദിന്റെ കാര്യമോ പുരോഹിതന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. കാരണം ഇത് കൈ വരണ്ട ഒരു മനുഷ്യൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ദൈവസഭയ്ക്ക് ഗുണമില്ലാത്തൊരു മനുഷ്യൻ, സ്തോത്ര കാഴ്ച കൊടുക്കാൻ മടിയുള്ളൊരു മനുഷ്യൻ, കൈകൊണ്ട് വേല ചെയ്ത് ജീവിക്കാത്ത മനുഷ്യൻ. അതിനുള്ള മരുന്ന്, നിങ്ങളിൽ ഒരുത്തന് ഒരാടുണ്ടെന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയല്ലേ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആട് കുഴിയിൽ വീണാൽ നിങ്ങൾ പിടിച്ചു കയറ്റും. എങ്ങനെ പിടിച്ചു കയറ്റും? കൈ പിടിച്ചു കയറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൈയുള്ളതുകൊണ്ട് അവനെ പിടിച്ചു കയറ്റും. ഇവന് കൈയില്ല, ഇവൻ്റെ കൈ വരണ്ടു പോയതാണ്. അവന് കൈ കൊടുത്ത് നോക്ക്, നിങ്ങൾ കൈ കൊടുത്തു നോക്ക്, അവൻ നന്നാകുമെന്ന് നോക്ക്. യെരുശലേമിലെ മൂപ്പന്മാർ ബർന്നബാസിനും പൗലോസിനും കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ദരിദ്രന്മാരെ ഓർത്തു കൊള്ളണം. കൈ കൊടുത്തെന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, നിങ്ങൾ ഓർത്തു കൊള്ളണമെന്നല്ല പറഞ്ഞത്. അന്നവിടെ സമ്പത്തുണ്ടായിരുന്നു, അത് യാദികൾക്ക് ഉപയോഗിക്കാൻ ഇവർക്ക് സമ്പത്ത് കൊടുത്തു, കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തു. അത് യെരുശലേമിലെ സഭയ്ക്ക് നഷ്ടമായില്ല. അന്ത്യോക്യയിൽ സഭ തഴച്ചു, ജാതികളുടെ ഇടയിൽ സഭ തഴച്ചു. യെരുശലേമിൽ ക്ഷാമം വന്നപ്പോൾ ആരും പറയാതെ തന്നെ അവർ ഓഫറിങ് എടുത്ത് ദശാംശം കൂട്ടിവെച്ച് മൂപ്പന്മാർക്ക് തിരിച്ചു കൊടുത്ത്. കണ്ടോ? അപ്പൊ കൈ വരണ്ടവനല്ലേ അവൻ? നിങ്ങളുടെ ഒരാടല്ലേ അവൻ? കുഴി വീണില്ലേ? പിടിച്ചു കയറ്റാൻ നിങ്ങൾക്ക് കൈയില്ലേ? പിടിച്ചു കയറ്റി. മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ. ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം. പരീശന്മാർ പുറപ്പെട്ട് യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്നു. അവ മത്സരിക്കുന്ന, എതിർക്കുന്ന പ്രമാണത്തെയോ മതത്തെയോ ഭയപ്പെടരുത്. കാരണം മതത്തിൻ്റെ പവർ എന്താണ്? അവരുടെ അണികളാണ്. അണികൾ പോകാതിരിക്കാനാണ് മതം പിടിച്ചു നിർത്തുന്നത്. രാഷ്ട്രീയക്കാരും അങ്ങനെ തന്നെ. അപ്പോൾ തന്നെ തലപ്പത്തിരിക്കുന്നവർ മാത്രം നന്മ അനുഭവിക്കുകയും ബാക്കിയുള്ളവർ കഷ്ടത്തിലായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അതുകൊണ്ട് ആടുകളെന്നും വീർപ്പുമുട്ടുന്നവരാണ്. യേശു കർത്താവ് പുരുഷാരത്തെ കണ്ട് അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരായി കണ്ടിട്ട് അവരോട് മനസ്സലിവ് തോന്നും. ഇന്നും അങ്ങനെയല്ലേ? മതത്തിന് വേണ്ടിയും രാഷ്ട്രീയത്തിന് വേണ്ടിയും ജീവൻ കൊടുക്കാൻ തയ്യാറായ ആത്മാർത്ഥതയുള്ള എത്രയോ പേരുണ്ട്. പക്ഷെ അവർക്കതിൻ്റെ ഫലം കിട്ടുന്നില്ല. പക്ഷെ അവർക്ക് ഫലം കിട്ടും. ദരിദ്രനായാലും ധനികനായാലും. മനുഷ്യ, നീ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. നിന്റെ അകത്തുള്ള ആത്മാവ് എന്തിനോ വേണ്ടി ദാഹിക്കുന്നില്ലേ? അതൊരു മനുഷ്യന് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. നീ ദൈവത്തിലേക്ക് വരിക. ഈ പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ നിരാശപ്പെടുത്തിയില്ല, അവരെയൊക്കെയും സൗഖ്യമാക്കി. അതുകൊണ്ട് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. കലഹിക്കയില്ല, നിലവിളിക്കയില്ല,
തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഒരു വാഗ്വാദത്തിന് പോകുന്നില്ല, ചാനൽ ചർച്ചയിൽ പോയി നീതീകരണം ആവശ്യപ്പെടുന്നില്ല. പിന്നെയോ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ ദാസൻ എന്ന് വെച്ചാൽ ദൈവവേല ചെയ്യുന്നവനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. നിന്റെ ഇമോഷണൽ നീഡുണ്ട്, സ്നേഹം വേണം നിനക്ക്, ദൈവത്തിൻ്റെ പ്രിയനാണ് നീ, നിന്റെ ആത്മാവിൻ്റെ ആവശ്യങ്ങളുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വയ്ക്കും. അപ്പോൾ നീ എന്ത് ചെയ്യും? യേശുവിനെ പോലെ നീ ചതഞ്ഞ ഓട ഒടിച്ചു കളയല. നീ ഒരു കുഞ്ഞിനെയും ഒരു യൗവനക്കാരനെയും നീ തള്ളിക്കളയല. നീ കാണും, മനുഷ്യൻ കാണുന്നതിനപ്പുറത്ത് അവനിൽ എന്തുണ്ടെന്ന് കാണും. അന്ത്രയോസ് കണ്ടു, ഇവിടെ ഒരു ബാലകനുണ്ട്, ഈ വിശന്നിരിക്കുന്ന സകല പുരുഷാരത്തിനും കൊടുക്കാൻ വേണ്ടത് അവൻ്റെ കയ്യിലുണ്ട്. 5 അപ്പവും 2 മീനും അവൻ്റെ കയ്യിലുണ്ട്. അവനത് കണ്ടുപിടിച്ചു. ചരിത്രം മാറി, അത്ഭുതം നടന്നു, എല്ലാവരും തിന്നു തൃപ്തരായി. അതൊരു ഫിസിക്കലായ ഭൗതികമായ അനുഗ്രഹമായിരുന്നു. പക്ഷേ യേശു കർത്താവ് അതിൽ നിന്ന് ആത്മീയമായ ദൂതും കൊടുത്തു. അപ്പോൾ ചതഞ്ഞ ഓട ഒടിച്ചു കളയണ്ട, പുകയുന്ന തിരി കെടുത്തണ്ട. പ്രായമായവൻ്റെ, വൃദ്ധനായവൻ്റെ ആത്മരോഷമോ സങ്കടമോ ഇച്ഛാഭംഗമോ നീരസമോ ഈർഷ്യയോ നീ കാര്യമാക്കണ്ട. അവനെ വീണ്ടും കത്തിക്കാൻ, തെളിക്കാൻ നസ്രത്തിലെ യേശുവിന് കഴിയും. അവന് മാത്രം കഴിയും. കാരണം വചനം പറയുന്നു, ഇസ്രായേലേ, യഹോവയിങ്കൽ പ്രത്യാശ വെച്ചുകൊള്ളുക, അവൻ്റെ പക്കൽ കൃപയും ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഒരു ദിവസമല്ല വീണ്ടെടുക്കുന്നത്, എല്ലാ ദിവസവും വീണ്ടെടുക്കും. വീഴുമ്പോഴൊക്കെയും താങ്ങും. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന രക്ഷ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ പൂർത്തീകരിച്ചതാണ്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പാപവിഷയങ്ങളുടെ പരിഹാരം നമ്മുടെ മാതാപിതാക്കൾ ജനിക്കുന്നതിന് മുമ്പേ ചെയ്തതാണ്. വിഷയം ഇന്നാണ് ഉണ്ടായത്, പരിഹാരം അവൻ നേരത്തെ ചെയ്തതാണ്. അത് വെറുതെ ചെയ്തതല്ല, സ്നേഹിച്ച് ചെയ്തതാണ്. അതുകൊണ്ട് സ്നേഹത്തിൽ നിൽക്കുക. ബൈബിള് ആ ഒരു സ്നേഹത്തിൻ്റെ ഗ്ലാസ് വെച്ചൊന്ന് വായിച്ചേ, കരുണയുടെ ഗ്ലാസ് വെച്ചൊന്ന് വായിച്ചേ. കരുണയുടെ ഗ്ലാസ് വെച്ച് നിന്റെ അയൽക്കാരെ, നാട്ടുകാരെ ഒന്ന് കണ്ടേ, ജീവിതം മാറും. ദേവാലയത്തെക്കാൾ വലിയവനായ, ശബത്തിനേക്കാൾ വലിയവനായ, രാഷ്ട്രീയക്കാരെക്കാളും മതത്തെക്കാളും വലിയവനായ, വീണാൽ താങ്ങുന്ന യേശുവിനെ നിനക്ക് കാണാൻ പറ്റും. അവൻ്റെ കൃപ അനുഭവിക്കാൻ പറ്റും, ജയം അനുഭവിക്കാൻ പറ്റും. ന്യായവിധി ജയമാക്കിയവൻ മാറ്റും. നിന്നെ കുറ്റം വിധിക്കുന്ന ന്യായപ്രമാണത്താലുള്ള വിഷയങ്ങളുടെ മേൽ, പരാജയങ്ങളുടെ മേൽ, തിരസ്കരണങ്ങളുടെ മേൽ ഒരു ജയം തരാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുക, വിശ്വാസം വളരട്ടെ, അത് പ്രത്യാശയിലേക്ക് വർദ്ധിക്കട്ടെ. ആശിക്കുന്നതിന് മീതെ ഒരാശ ദൈവം തരട്ടെ. ആത്മാവിൻ്റെ നങ്കൂരമെന്ന പ്രത്യാശ തരട്ടെ. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.